നമ്മുടെ ശരീരത്തിലെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും കൂടുതൽ അടിയുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 8 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ തലച്ചോറിൽ അടിഞ്ഞുകൂടിയ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് 50% വർദ്ധിച്ചിട്ടുണ്ട്. പോളിമറുകളുടെ ചെറിയ കഷ്ണങ്ങളാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. അവ വായു, ജലം, മണ്ണ് എന്നിവയിൽ കലരുന്നതിലൂടെയാണ് മനുഷ്യ ശരീരത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്. മനുഷ്യന്റെ കരൾ, വൃക്കകൾ, മറുപിള്ള, വൃഷണങ്ങൾ എന്നിവയിലും ഇവ കണ്ടെത്തിയതായി നേച്ചർ മെഡിസിനിൽ പറയുന്നുണ്ട്. തലച്ചോറിലെ പ്ലാസ്റ്റിക് കഷ്ണങ്ങളിൽ ഭൂരിഭാഗവും മുൻപ് കരുതിയിരുന്നേക്കാൾ ചെറുതായി കാണപ്പെടുന്നു. ഇത്തരം ചില കഷ്ണങ്ങൾ ഒരു വൈറസിന്റെ 2-3 ഇരട്ടി മാത്രമാണെന്ന് പഠനം പറയുന്നു. ഡിമെൻഷ്യ ബാധിച്ചവരിൽ നിന്നുള്ള മസ്തിഷ്ക കോശങ്ങളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് 10 മടങ്ങ് പ്ലാസ്റ്റിക് ഉണ്ടെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. രോഗം പുരോഗമിക്കുമ്പോൾ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുമുണ്ട്. 2016 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യ മസ്തിഷ്കങ്ങളാണ് സംഘം പഠനത്തിന് വിധേയമാക്കിയത്. ഇവയിൽ 12 വ്യത്യസ്ത പോളിമറുകൾ ഈ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പോളിത്തിലിൻ ഏറ്റവും സാധാരണമാണ്. കുപ്പികളും കപ്പുകളും ഉൾപ്പെടെ പാക്കിങ്ങിലും കണ്ടെയ്നറുകളും പ്രസ്തുത പോളിമർ പലപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് പുറത്തു മാത്രമല്ല, ശരീരത്തിനുള്ളിലെത്തിയ പ്ലാസ്റ്റിക്കിനെയും ഇനിയും ഭയക്കണം.